ഉമ്മൻചാണ്ടി എന്ന അനുശേചനായ നേതാവിന്റെ സ്മരണ ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കായിക മേഖലയുടെ വികസനത്തിനും അതുപോലെ തന്നെ കുരുന്നുകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനുമായി ഈ സ്കോളർഷിപ്പ് പദ്ധതിയും അതുപോലെ തന്നെ എല്ലാ സ്കൂളുകൾക്കും ഒരു സൈക്കിളും അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റും വിതരണം ചെയ്യുന്ന ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഈ പദ്ധതി. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ ഇത്തരത്തിൽ ഓരോ സ്കൂളുകാർക്കും ഒരു സൈക്കിളും അതുപോലെ തന്നെ സ്കോളർഷിപ്പ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ 3ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ MLA നേതൃത്വത്തിൽ നമ്മൾ ഓരോ സ്കൂളിനും ഒരു സൈക്കിൾ പൊതുവായിട്ട് കൊടുക്കുന്നു. അതുപോലെ സ്പോർട്സ് കിറ്റ് കൊടുക്കുന്നു. സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ 1200 വിദ്യാർത്ഥികൾക്ക് പുതുപ്പള്ളി മണ്ഡലത്തിലെ ഓരോ സ്കൂളിലെയും 10 വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത് ഏറ്റവും മിടുക്കരായ 10 വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് 1200 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇന്ന്. ചാണ്ടിയുമ്മൻ സാർ തന്നെയാണ് ഇതിന് നേതൃത്വം. അതെ ചാണ്ടിയുമ്മൻ MLA നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. 1200 വിദ്യാർത്ഥികൾക്ക് 1200ഓളം വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. വളരെ വിപുലമായൊരു പദ്ധതിയാണ്. അതെ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷവും കൊടുത്തായിരുന്നു, ഈ വർഷവും കൊടുക്കുന്നുണ്ട്. ഇത് തുടർന്ന് പോകുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പദ്ധതികളുമായിട്ട് ചേർന്ന് ഇത് തുടർന്ന് പോകുന്ന ഒരു പരിപാടി. എല്ലാം കേരളത്തിൽ അങ്ങോളം ഉള്ള സ്കൂളുകൾക്കെല്ലാം ഇല്ല, ഇപ്പോൾ പുതുപ്പള്ളി മണ്ഡലത്തിലെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ മക്കളുമായിട്ടാണ് വന്നിട്ട് നല്ല രസമാണ് കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. കിട്ടിയില്ല, സ്ലിപ്പ് കിട്ടി. സഹായമാണ്. ആ 1000 രൂപ. അവരുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി ഉപകരിക്കാം നമുക്ക്. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഒരുപാട് പേരുണ്ട്. നിങ്ങളിപ്പോ ഏതാ? ഏകദേശം എത്ര കുട്ടികളോളം വന്നിട്ടുണ്ട്? ഇപ്പം നമുക്ക് 11 സ്കൂളാണ് കുരപ്പടയിലുള്ളത്. അതിൽ 60 ബാക്കിയുള്ളവരെല്ലാവരും വന്നിട്ടുണ്ട്. എന്തായാലും വളരെ വിപുലമായിട്ടുള്ള പരിപാടിയാണ്. വിപുലമായ പരിപാടിയാണ്. ചാണ്ടിയുമ്മൻ സാറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുന്നിട്ട് തന്നെയാണ്. ഇതിനു മുമ്പും ഇത് നടത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം പ്രത്യേകതയുള്ളത് സൈക്കിളൊക്കെ കൊടുക്കുന്നുണ്ട് സ്കൂളിന് എന്നുള്ളതാണ്. ഓരോ സ്കൂളിലും ഓരോ സൈക്കിളും സ്പോർട്സിൻ്റെ കിറ്റും അങ്ങനെ കൊടുക്കുന്നു. അതാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്കോളർഷിപ്പ് വാങ്ങാൻ വന്നതാണോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സ്കോളർഷിപ്പ് കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. ആവുന്നേ ഉള്ളൂ. എവിടുന്നാ വന്നേ? ഞങ്ങള് പോളച്ചിറന്നാണോ? പിന്നെ എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഈ വർഷം മോനാ കിട്ടിയതല്ലേ? എങ്ങനെയുണ്ട്? വന്നിട്ട് സാറിനെ കണ്ടായിരുന്നോ? ചാണ്ടിയുമ്മൻ സാറിനെ കണ്ടായിരുന്നോ? ഇല്ല, കാരണം നമ്മള് പൈസ കൊടുക്കാൻ നേരത്ത് കാണാനാ. ആ സമയത്ത് കാണാനാണ്. പൈസ കൊണ്ട് എന്നാ ചെയ്യാൻ പോന്നെ? ചെയ്യാനൊന്നുമില്ല, പ്ലാൻ ഇടുന്നതേ ഉള്ളൂ. പ്ലാൻ ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യല്ലേ? പഠിക്കണം കേട്ടോ. അതുകൊണ്ട് സ്കോളർഷിപ്പ് വന്നിട്ട് കിട്ടിയോ? കിട്ടാൻ പോകുന്നേ ഉള്ളൂ. കിട്ടിയിട്ട് എന്താ പരിപാടി? തീരുമാനിച്ചില്ലല്ലേ? എവിടുന്നാ വരുന്നേ? അർക്കുന്നത്തുനിന്ന്. എപ്പോഴാ വന്നേ? വന്നിട്ട് എങ്ങനെയുണ്ട്? ചാണ്ടിയുമ്മൻ സാറിനെ കണ്ടോ? ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെ ഇപ്പം ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായൊരു സ്കോളർഷിപ്പ് അതുപോലെ തന്നെ സ്പോർട്സ് കിറ്റ് വിതരണ പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കോളർഷിപ്പ് വാങ്ങാൻ തന്നെ വന്നതാണ്. രണ്ടു പേർക്കും. ഇത് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? പുതുപ്പള്ളിയാണ്. ഏത്? അപ്പം നിങ്ങൾ സ്കോളർഷിപ്പ് കിട്ടുന്നതിൽ സന്തോഷമുണ്ടോ? ചാണ്ടിയുമ്മൻ സാറ് നിങ്ങളെ പ്രത്യേകം പരിഗണന നൽകിയിട്ടാണ് ഇപ്പോൾ ഓരോ കുട്ടികൾക്ക് 1200 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തിരിക്കുന്നത്. ന്യൂസായി കിട്ടിയോ? കിട്ടിയില്ല.
കുട്ടികൾ ആഹ്ലാദത്തിലാണ്, അതുപോലെ തന്നെ രക്ഷിതാക്കൾ ആശ്വാസത്തിലാണ്. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി അനുശേതനായ നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഒരുക്കുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതി വൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. തീർച്ചയായും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നതിക്ക് ഒരു ചെറിയ മുതൽക്കൂട്ടായി മാറും ഈ പദ്ധതി എന്നതിൽ തർക്കമില്ല.